വീണ്ടും ഒരു വസന്തം കൂടി. രചനാ സംഭാഷണം രുദ്രപ്രിയ ഭാഗം 14. ആരും സഹിക്കുന്ന കാര്യമല്ല എൻ്റെ അമ്മ ചെയ്തത്. പക്ഷേ അതിൽ നമ്മുടെ അച്ഛനും പങ്കുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ ഒന്ന് കാണാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതായിരുന്നു ഏട്ടാ സഹിക്കാൻ കഴിയാത്തത്. തങ്ക നേരിയതിൻ്റെ തുമ്പുകൊണ്ട് കണ്ണ് തുടച്ചു. നീ ഇപ്പോഴും അതോർത്തിരിപ്പാണോ തങ്കേ? പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ ഞാനും അന്ന് എന്തൊക്കെയോ കാണിക്കുകയും പറയുകയും ചെയ്തു. പക്ഷെ അമ്മ മരിക്കുന്ന നേരം പറഞ്ഞു, അത് നിൻ്റെ കൂടപ്പിറപ്പാണ്, അച്ഛൻ അങ്ങനെ ഒരു ബന്ധം സംഭവിച്ചെന്ന്. മരിക്കുവോളം അതിൻ്റെ വിഷമം അച്ഛനുണ്ടായിരുന്നെന്ന്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേക്കും ശ്രാവൺ താഴേക്ക് വന്നു. അമ്മാവിനെയും അളിയന്മാരെയും നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. നിരഞ്ജൻ്റെ പ്രായമാണ്, കാണാൻ അച്ഛനെ പോലെയാണ് നിരഞ്ജന് തോന്നി. ക്ലീൻ ഷേവ്, നല്ല കട്ടിയുള്ള മീശ, കണ്ണുകൾ ആരെയും ആകർഷിക്കുന്നതാണ്. നിങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് നേരമായോ? അമ്മ എന്താ എന്നെ വിളിക്കാത്തേ? ഞാൻ ഏട്ടനെ കണ്ട സന്തോഷത്തിൽ അങ്ങിരുന്നു പോയി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അതിന് സമയമുണ്ട് തങ്കേ, നീ ഇവിടെ ഇരിക്ക്. ഞാനൊരു കാര്യം പറയട്ടെ. തങ്കേ, ഞങ്ങളിപ്പോൾ വന്നത് ഒരു പ്രധാന കാര്യം നിന്നോട് ചോദിക്കാനാണ്. ഏട്ടൻ എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ മുഖവുര ആവശ്യമുണ്ടോ? തങ്കേ, ഒരാലോചനയുമായിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത്. തങ്കയുടെ മുഖം വിടർന്നു. ഞാൻ എത്രയോ വട്ടം ആലോചിച്ചതാണെന്നറിയാമോ? പക്ഷേ ഏട്ടന് ഇഷ്ടമാവുമോ എന്ന് കരുതി പറയാത്തതാണ്. എൻ്റെ ശിവയ്ക്ക് നീലുമോളെ കൊടുക്കാമോ എന്ന്. അച്ഛനും മക്കളും മുഖത്തോട് മുഖം നോക്കി. ഞങ്ങൾക്കിഷ്ടമാണ്, അതുകൊണ്ടല്ലേ നേരിട്ട് വന്നത്. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് തങ്കേ. അവനൊരു പയ്യനുമായി അടുപ്പത്തിലായിരുന്നു. അടുപ്പമെന്ന് വെച്ചാൽ അയാളെ കെട്ടു എന്നുള്ള മട്ട്. പക്ഷെ അവനൊരു ആക്സിഡൻറ്റിൽ ഓർമ്മ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ എൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ കൈപിടിച്ച് കയറ്റും? ആ ബന്ധത്തിൽ നിന്നവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണോ ഈ വിവാഹമെന്ന് നിനക്ക് തോന്നും. അല്ലേ അല്ല. അവളുടെ ഈ ഇഷ്ടം മറച്ചു വെച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് അവളെ അയക്കാം. പക്ഷെ പിന്നീട് അതൊരു പ്രശ്നമാകരുത്. അതാണ് എല്ലാം ആദ്യമേ പറഞ്ഞത്. ഇത് കേട്ടിട്ട് ഒരു ചെറിയ കരട് പോലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ആലോചന നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇതിനൊരു മറുപടി പറയേണ്ടത് ഞാനല്ലല്ലോ ഏട്ടാ, ശിവയല്ലേ? എന്താ ശിവ നിൻ്റെ അഭിപ്രായം? എന്തായാലും തുറന്നു പറഞ്ഞോ. നിരഞ്ജൻ ശിവയുടെ മുഖത്തേക്ക് നോക്കി. എനിക്കിഷ്ടമാണ് അമ്മാവ നീലുവിനെ. പിന്നെ നിങ്ങൾക്ക് എതിർപ്പില്ലെങ്കിൽ എനിക്ക് സമ്മതമാണ്. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൻ്റെ പേരിലൊരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാകരുത് മോനെ. ഇല്ല അമ്മാവ, ഒരിക്കലും ഇല്ല. എന്നാൽ ഇനി ഒരു കാപ്പി കുടിയാവാം. സന്തോഷത്തോടെയാണ് തങ്കയോടൊപ്പം എല്ലാവരും കാപ്പി കുടിക്കുന്നതിനായി ഡൈനിങ് ഹാളിലേക്ക് പോയത്. രാവിലെ നേരത്തെ തന്നെ ബ്യൂട്ടീഷ്യൻ എത്തി നന്ദുവിനെ അണിയിച്ചൊരുക്കി. മിതമായ മേക്കപ്പിൽ നന്ദു ദേവതയെപ്പോലെ തിളങ്ങി. ഈശ്വരമംഗലത്തുകാരുടെ പ്രൗഢിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെയാണ് രാഘവൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അമ്പലത്തിൽ പെണ്ണും കൂട്ടരും എത്തി. അടുത്തു നിന്നുമുള്ള കാറുകൾ പുറപ്പെടാൻ റെഡിയായി നിന്നു. 3 കാറുകളിൽ ആൾക്കാർ കയറി. ഈശ്വരമംഗലത്ത് നിന്നുള്ള കാറുകൾ പുറപ്പെടാൻ റെഡിയായി നിന്നു. 3 കാറുകളിൽ ആൾക്കാർ കയറി. മുത്തശ്ശനും രവിയും മാധവനും സാരംഗും ലതയും സുമയും ഒരേ കാറിൽ. എവിടെയാ മോനെ സത്യ? ഇതുവരെ അവൻ റെഡിയായില്ലേ? ഇറങ്ങിയച്ചാ, മാള് വിളിക്കാൻ പോയിട്ടുണ്ട്. മാധവ, അവനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കാര്യങ്ങളെല്ലാം ഞാനും സുമയും കൂടി അവനോട് പറഞ്ഞിട്ടുണ്ട്. അത്ര താല്പര്യത്തോടു കൂടിയല്ല ഒന്ന് കേട്ടിരിക്കുന്നത്. പൂജാമുറിയിൽ നിന്നും പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മനസ്സിലാകെ ശൂന്യതയായിരുന്നു. എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥ. സ്വയം തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഈ അവസ്ഥയിൽ ഒരു കല്യാണം, അതും ചികിത്സയുടെ ഭാഗമായി. മുറിവുകൾ ഉണങ്ങിയതിൻ്റെ പാടുകൾ ശരീരത്തിൽ അങ്ങിയായി ഉണ്ടായിരുന്നു. അച്ഛനും മുത്തശ്ശനും അമ്മയ്ക്കും അമ്മാവനും അമ്മായിക്കും ദക്ഷിണ കൊടുത്ത് കാല് തൊട്ട് നമസ്കരിച്ച് സത്യ വീട്ടിൽ നിന്നിറങ്ങി. അമ്പലത്തിലെത്തുമ്പോൾ വരനെ സ്വീകരിക്കുന്നതിനായി വധുവിൻ്റെ വീട്ടുകാർ അണിനിരന്നു. സത്യയുടെ കാൽ കഴുകി തുടച്ചതും ചന്ദനവും ഹാരവും ഇട്ട് അവനെ അകത്തേക്ക് സ്വീകരിച്ചതും രമേശനായിരുന്നു. ചെറുക്കനെ കണ്ട് ആൾക്കാർ അന്തം വിട്ടു. രമണിക്ക് അസൂയ സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ പെണ്ണിന് മാത്രം ഇത്രയും നല്ല കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു? അവളുടെ തലവര നല്ലത് തന്നെ. പഠിക്കാൻ വിട്ട സമയത്ത് പ്രണയിച്ചോടിയ തൻ്റെ മകളെക്കാൾ എത്രയോ ഭേദമാണ് പഠിച്ച ഒരു ജോലിയിലെത്തിയ നന്ദു. വരനെയും കൂട്ടരെയും ക്ഷണിച്ചുകൊണ്ട് അമ്പലത്തിനുള്ളിലേക്ക് പോയി. തിരുമേനിയുടെ നിർദ്ദേശമനുസരിച്ച് നന്ദുവും എത്തി.
രണ്ടുപേരും തൊഴുതു വലം വെച്ചു. പൂജാരി പൂജിച്ച് നൽകിയ താലിമാല മാധവൻ്റെ കയ്യിൽ നിന്നും സത്യ വാങ്ങുമ്പോൾ അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ താലിയും കയ്യിൽ പിടിച്ച് സത്യ കുറച്ചു നിമിഷം അങ്ങനെ നിന്നു. മോനെ, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് താലി കുട്ടിയുടെ കഴുത്തിൽ അണിയിക്കൂ. തിരുമേനിയുടെ ശബ്ദം കേട്ട് ഒരു നിമിഷം സത്യ എല്ലാവരെയും നോക്കി. പിന്നെ കയ്യിലിരുന്ന താലി നന്ദുവിൻ്റെ കഴുത്തിൽ അണിയിച്ചു. തിരുമേനി ഇലച്ചീന്തിലെ പ്രസാദം അവൻ്റെ കൈകളിൽ വെച്ച് കൊടുത്തു. അതിൽ നിന്നും അല്പം പ്രസാദം തൊട്ട് നന്ദുവിൻ്റെ നെറ്റിയിലും അല്പം സിന്ദൂരമെടുത്ത് തിരുമേനി പറഞ്ഞതുപോലെ അവളുടെ സീമന്തരേഖയിലും ചാർത്തി. ചടങ്ങുകൾ കഴിഞ്ഞ് രണ്ടുപേരും കൂടി മാധവനും രാഘവനും ബന്ധുക്കളും അമ്പലത്തിലോട് ചേർന്നുള്ള മണ്ഡപത്തിലേക്ക് പോയി. ബാക്കി ചടങ്ങുകളൊക്കെ അവിടെ വെച്ചായിരുന്നു. പരസ്പരം ഹാരമണിയിച്ചും മോതിരം കൈമാറലും. ഈ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ അസ്വസ്ഥത തിങ്ങി നിറഞ്ഞ മുഖവുമായി ആയിരുന്നു സത്യ നിന്നിരുന്നത്. അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആരും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല. എന്നാൽ രാഘവൻ്റെയും സുഭദ്രയുടെയും മനസ്സിൽ അത് വല്ലാത്തൊരു നടുക്കമാണ് ഉണ്ടാക്കിയത്. തൻ്റെ മകളുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കുമെന്ന ചിന്ത ആ മാതാപിതാക്കളുടെ മനസ്സിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. രാഘവൻ്റെയും സുഭദ്രയുടെയും മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ മുത്തശ്ശൻ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ അടുത്തേക്ക് വന്നു. കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതല്ലേ, എല്ലാം ശരിയാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഒരു തരത്തിലുള്ള വ്യാകുലതയും വേണ്ട. നന്ദുമോളെക്കുറിച്ച് ഞങ്ങളുടെ വീട്ടിൽ അവൾ സുരക്ഷിതയും സന്തോഷവതിയുമായിരിക്കും. മണ്ഡപത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞ് ഫോട്ടോഗ്രാഫർമാർ ചെറുക്കനെയും പെണ്ണിനെയും വളഞ്ഞു. എന്നാൽ സത്യയ്ക്ക് ഫോട്ടോഷൂട്ടിനോട് ഒട്ടും നല്ല താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടവൻ ശക്തമായി തന്നെ അവൻ്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചു. മനുഷ്യന് കുറച്ച് സ്വസ്ഥത തരുമോ? ഒന്ന് കടന്നു പോകുന്നുണ്ടോ എല്ലാവരും? നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് എല്ലാം കിട്ടിയല്ലോ. ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റും ഒന്ന് രണ്ട് തവണ നന്ദുവിൻ്റെ മിഴികൾ സത്യയെ തേടിയെത്തി. എന്നാൽ സത്യ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ഏകദേശം 2 മണിയോടുകൂടിയായിരുന്നു ചെറുക്കൻ്റെ വീട്ടിലേക്കുള്ള ഗൃഹപ്രവേശത്തിൻ്റെ സമയം. അച്ഛനെയും അമ്മയെയും പിരിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അതുവരെ പിടിച്ചു വച്ചിരുന്ന സങ്കടം എല്ലാം കണ്ണുനീരായി പെയ്തു. മകളുടെ കണ്ണുനീർ കൂടി കണ്ടപ്പോൾ രാഘവനും സുഭദ്രയും അക്ഷരാർത്ഥത്തിൽ തളർന്നുപോയി. അയ്യേ, അച്ഛൻ്റെ കുട്ടി കരയുകയാണോ? എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ദൂരത്തിലല്ലേ? അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് ഏറെ നേരം നന്ദു അങ്ങനെ നിന്നു. വല്യച്ഛനോടും രമേശിനോടും യാത്ര പറഞ്ഞ് അവൾ കാറിലേക്ക് കയറി. അല്ല രാഘവ, ആ ചെറുക്കൻ്റെ മട്ടും പാവവും കണ്ടിട്ട് അവനിഷ്ടമില്ലാത്ത വിവാഹമാണെന്ന് തോന്നുന്നല്ലോ. തൻ്റെ സംശയം മറച്ചു വെക്കാതെ രമണി ചോദിച്ചു. മാത്രമല്ല, അവനെ കണ്ടിട്ട് എന്തൊക്കെയോ കുഴപ്പമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. വലിയിടത്തെ സംബന്ധം നോക്കി പോയപ്പോൾ നിങ്ങൾ ചെറുക്കനെക്കുറിച്ചൊന്നും വിശദമായി തിരക്കിയില്ലേ? പുളിങ്കൊമ്പാണെന്ന് കരുതുമ്പോൾ മറ്റൊന്നും നോക്കി കാണില്ലല്ലേ? അർത്ഥം വെച്ചുള്ള ചിരിയോടുകൂടിയുള്ള രമണിയുടെ ചോദ്യം കേൾക്കുമ്പോൾ രാഘവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഈശ്വരമംഗലം തറവാടിൻ്റെ ഗേറ്റ് കടന്ന് കാറ് മുറ്റത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ചെറുക്കനെയും പെണ്ണിനെയും എതിരേൽക്കാനായി ഉമ്മറത്തെല്ലാവരും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അഷ്ടമംഗല്യത്താരത്തിൽ അവളെ സ്വീകരിക്കാനായി നിലവിളക്കുമേന്തി സുമയും ലതയും മാളുവും നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷം. സത്യയുടെ അടുത്തായി നന്ദു നിന്നു. സുമ 2 പേരെയും ആരതി ഒഴിഞ്ഞു. നിറഞ്ഞ പുഞ്ചിരിയോടെ നിലവിളക്ക് നന്ദുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. വലതുകാൽ വെച്ച് കയറി വാമോളെ. നന്ദു നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് ഒരു പടി മുന്നിലേക്ക് വെച്ചതും സത്യ അവളെയും കടന്ന് അകത്തേക്ക് പോയി. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിന്നു. നന്ദുവിൻ്റെ മുഖം ഇരുണ്ടു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. മോളത് കാര്യമാക്കണ്ട, നമുക്കെല്ലാം അറിയുന്നതല്ലേ. സുമ അവളെ അകത്തേക്ക് കൂട്ടി. നിലവിളക്ക് പൂജാമുറിയിൽ വെച്ച് നന്ദു കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഈശ്വര, എൻ്റെ ജീവിതം ഏത് ദിക്കിലേക്കാണ് പോകുന്നതെന്നറിയില്ല. ഒന്ന് മാത്രം അറിയാം, എൻ്റെ മനസ്സ് നിറയെ എൻ്റെ താലിയുടെ അവകാശിയാണ്. എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തണേ കൃഷ്ണ. അറിയാതെ 2 തുള്ളി കണ്ണുനീർ കവിളിൽ വീണ് ചിതറി. അയ്യേ, മോൾ കരയുവാണോ? സുമ നന്ദുവിൻ്റെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി. ഞങ്ങളെല്ലാം നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സത്യയും നിന്നെ സ്നേഹിക്കും. മാളുവിനെയും കൂട്ടി നന്ദുവിനെ സത്യയുടെ റൂമിൽ ഫ്രഷാകാൻ വിടണമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ സത്യ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്തത് കാരണം സുമയും കൂടി റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചു.
സത്യ എന്തെങ്കിലും ഇഷ്ടമില്ലാതെ പെരുമാറിയാൽ മോൾ കരയാൻ നിൽക്കരുത്. ഇവിടെ അവനുള്ള അതേ അധികാരവും അവകാശവും മോൾക്കും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും കരഞ്ഞ് കണ്ണീർ സീരിയലിലെ നായികയെപ്പോലെ ആകാതെ അവനെന്തെങ്കിലും പറഞ്ഞാൽ ചുട്ട മറുപടി കൊടുക്കണം. ഒരുവിധം മനസ്സ് ശാന്തമാക്കിയാണ് നന്ദു സത്യയുടെ റൂമിലേക്ക് എത്തിയത്. കുറച്ച് തുണികൾ വാങ്ങി മുറിയിൽ വെച്ചിട്ടുണ്ട്. മോളുടെ സാധനങ്ങൾ വയ്ക്കാൻ ഒരു പ്രത്യേക അലമാര തന്നെയുണ്ട്. അതിനുള്ളിൽ ആവശ്യമുള്ള ഡ്രസ്സുകളും ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ എടുത്തണിഞ്ഞേക്കണം. റൂമിന് മുന്നിലെത്തുമ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുന്നു. സുമയാണ് വാതിൽ തള്ളി തുറന്നത്. ബെഡിൽ കിടക്കുന്ന സത്യയെ അവർ കണ്ടു. എന്താ മോനെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സുമ സത്യയുടെ അടുത്തേക്ക് ചെന്നു. ഇല്ലമ്മേ, വല്ലാത്ത ക്ഷീണം, അതുകൊണ്ട് വെറുതെ കിടന്നതാ. സത്യ മറുപടി പറഞ്ഞിട്ട് നോക്കുമ്പോൾ മാളുവും കൂടെ നന്ദുവും കൂടി റൂമിനുള്ളിലേക്ക് കയറി. എൻ്റെ റൂമിനുള്ളിൽ എന്തിനാണ് ഇവൾ വരുന്നത്? നീ എന്ത് വർത്തമാനമാ സത്യ പറയുന്നത്? അവൾ നിൻ്റെ ഭാര്യയല്ലേ? നിൻ്റെ റൂമിനല്ലാതെ പിന്നെ അവൾ മറ്റെവിടെയാ പോകേണ്ടത്? മാളു, നീ താഴേക്ക് പൊയ്ക്കോ, സുമ മാളുവിനോട് പറഞ്ഞു. എന്താ സത്യ, എന്താ നിൻ്റെ പ്രശ്നം? എൻ്റെ പ്രശ്നം എന്താണെന്ന് അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അതോ അറിഞ്ഞിട്ടും അറിയാത്ത പാവം നടിക്കുകയാണോ? നിങ്ങളുടെയൊക്കെ താളത്തിന് ചലിക്കുന്ന വെറും പാവയല്ലേ ഞാനിപ്പോൾ? ഞാൻ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത എൻ്റെ അവസ്ഥയിൽ നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ മാത്രമേ എനിക്ക് നിർവാഹമുള്ളൂ. എന്നിൽ നിന്ന് പഴയ ഓർമ്മയുടെ ഒരു കണിക പോലും ബാക്കിയില്ല. ഞാൻ എന്താണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്? അതിനിടയിൽ എനിക്ക് ഈ ബന്ധം കൂടി ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടായിരിക്കും ഈ പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ എന്നിൽ ആരുടെയും ഓർമ്മകൾ അവശേഷിക്കുന്നില്ല. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, സ്വന്തം ബന്ധങ്ങൾ, ഇതെല്ലാം എനിക്കിപ്പോൾ കേട്ടുകേൾവി മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ബന്ധം കൂടി ഉൾക്കൊള്ളുന്നത്? വിവാഹാലോചനയുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത ഞാനുമായുള്ള ഈ ബന്ധം ഈ പെൺകുട്ടി വേണ്ടെന്ന് വയ്ക്കും എന്ന് ഞാൻ കരുതി. അവിടെയും എന്നെ തോൽപ്പിച്ചുകൊണ്ട് ഇവൾ സമ്മതം മൂളി. സത്യ, നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും. നിൻ്റെ ഈ അവസ്ഥയിൽ നിന്നും മാറി പഴയ സത്യയായി നീ വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹം. നിന്നെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഇവൾ കൂടെയുള്ളപ്പോൾ തീർച്ചയായും നിന്നിൽ തിരിച്ചറിവുകൾ ഉണ്ടാവും. അത് ഞങ്ങൾക്കുറപ്പാണ്. ഇവളെ പരീക്ഷണ വസ്തുവാകാനാണോ ഈ ബന്ധത്തിലേക്ക് ഇവളുടെ വീട്ടുകാർ തള്ളിവിട്ടത്? ഓരോന്നാലോചിക്കുമ്പോൾ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്നോട് അല്പമെങ്കിലും സ്നേഹവും കരുണയും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകണം. അപേക്ഷിക്കും പോലെയായിരുന്നു സത്യയുടെ വാക്കുകൾ. അതുമാത്രം ഒരിക്കലും നടക്കില്ല സത്യ. നിന്റെ താലിയും നീ അണിയിച്ച സിന്ദൂരവുമാണ് ഇവളുടെ നെറ്റിയിൽ കിടക്കുന്നത്. നിങ്ങൾ ഇന്നു മുതൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിതം ആരംഭിക്കുകയാണ്. മോൾ വന്നു കയറിയ അന്ന് തന്നെ ഈ മുറിയിൽ നിന്നും അവളെ പുറത്താക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് പോലും അവൾ ചിലപ്പോൾ പുറത്തായി എന്ന് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും നന്ദുമോളെ ഈ റൂമിൽ നിന്നും പുറത്തു പോകാൻ പറയാൻ കഴിയില്ല. നിനക്ക് പ്രാധാന്യമുള്ള എല്ലാ ഇടങ്ങളിലും അവൾക്കും പ്രാധാന്യമുണ്ടായിരിക്കും. നിന്നിൽ ഏറ്റവും കൂടുതൽ അധികാരവും അവകാശവും ഇനി മുതൽ അവൾക്കാണ്. മനഃപൂർവ്വമായിട്ടല്ലെങ്കിലും നീ അത് ഉൾക്കൊണ്ടേ മതിയാകൂ. കഴിഞ്ഞ കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കിലേക്ക് ചിലപ്പോൾ നിന്നെ സഹായിക്കാൻ നന്ദുമോൾക്ക് കഴിഞ്ഞെന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു പുതിയ ജീവിതം ആരംഭിക്കണം. സുമ അത്രയും പറഞ്ഞു. കൊള്ളാം, എന്നെ സഹായിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ഇല്ലാതാക്കാൻ വന്ന ഈ കുട്ടിയോട് എനിക്ക് സഹതാപമല്ലാതെ ഒന്നുമില്ല. ഒരു കാരണവശാലും എൻ്റെ ഭാര്യ എന്ന അധികാരത്തിൽ ഈ റൂമിൽ ഇവൾ നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. സുമ ആകെ ധർമ്മസങ്കടത്തിലായി. സത്യ, നീ ഇങ്ങനെ പെരുമാറുന്നത് കഷ്ടമാണ്. എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല. സുമ ദയനീയമായി നന്ദുവിനെ നോക്കി. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഈശ്വരമംഗലം തറവാട്ടിലെ സത്യപ്രതാപൻ്റെ അടുത്താണ്. ഈ താലി സിന്ദൂരവും ഇട്ട് മറ്റൊരു റൂമിൽ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒന്നുകിൽ ഈ റൂമിൽ നിങ്ങളുടെ ഭാര്യ എന്ന എല്ലാ അവകാശത്തോടു കൂടി താമസിക്കും, ഇല്ലെങ്കിൽ എന്നെ ഈ നിമിഷം നിങ്ങൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവിടണം. നന്ദുവിൻ്റെ സംസാരം ശരിക്കും സത്യയെയും ഞെട്ടിച്ചു, സുമയെയും. എന്നാ ഞാൻ അകത്തേക്ക് കിടക്കട്ടെ? സത്യ അവളെ ദഹിപ്പിക്കും പോലെ നോക്കി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. സുമ ശ്വാസം നേരെ വലിച്ചു വിട്ടു. നോക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് ശ്വാസം നേരെയാക്കുന്നു നന്ദു. എൻ്റെ മോളെ, ഇത്രയും ധൈര്യം നീ കാണിക്കുമെന്ന് അമ്മ പ്രതീക്ഷിച്ചില്ല. ധൈര്യമല്ലമ്മേ, വിട്ടുപോകാൻ കഴിയില്ല, അതാണ്. സുമ അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ മോൻ നിന്നെ സ്നേഹിക്കും, അമ്മയ്ക്ക് ഉറപ്പുണ്ട്. അതും പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. വിശാലമായ മുറി, ഒത്ത നടുക്കായി വലിയൊരു ബെഡ്, ബെഡിന് നേരെ ഓപ്പോസിറ്റായി ഡ്രസ്സിംഗ് ടേബിൾ. ആശ്വാസത്തിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സത്യയുടെ മുന്നിൽ നിന്നും അത്രയും പറയാൻ ധൈര്യം കിട്ടിയതിൽ
ഇങ്ങനെയൊക്കെ പറയണമെന്ന് കരുതിയതല്ല, പക്ഷെ പറയേണ്ടി വന്നു. വിവാഹത്തിന് സമ്മതമല്ലെങ്കിൽ നേരത്തെ പറയണമായിരുന്നു. അലമാര തുറന്ന് മാറാനുള്ള ഡ്രസ്സ് എടുത്ത് നേരെ വാഷ്റൂമിലേക്ക് പോയി. തണുത്ത വെള്ളം ശരീരത്തിലേക്ക് വീണപ്പോൾ വല്ലാത്ത സമാധാനം തോന്നി. വേഗം കുളിച്ചു മാറി ഒരു ചുരിദാർ എടുത്തണിഞ്ഞു. മുടി കുളിപ്പിന്നൽ കെട്ടിവെച്ചു. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നെറ്റിയിൽ അല്പ സിന്ദൂരം ചേർത്തി. കയ്യിലെ ബാഗ് പുറത്തെടുത്ത് വെച്ചു. അതിൽ നിന്നുമുള്ള ഡ്രസ്സ് അലമാരയിൽ അടുക്കി ഭദ്രമായി വെച്ചു. ഓർണമെൻറ്റ്സ് എല്ലാം അഴിച്ചു മാറ്റി. താലിമാലിയും ചെറിയൊരു നെക്ലസും മാത്രം ഇട്ടു. കയ്യിൽ 2 വളയും. സ്വർണ്ണ പാദസരത്തോട് പണ്ടേ ഇഷ്ടം കുറവാണ്. അതുകൊണ്ട് അഴിച്ചു മാറ്റി പകരം വെള്ളി അണിഞ്ഞു. ബാഗ് അടച്ചു മാറ്റി. എന്താ സത്യ, എന്താ നിനക്കത്ര ദേഷ്യം? മാധവൻ സത്യയോട് ചോദിച്ചു. വന്നു കയറിയ ഉടനെ അവൾ അധികാരം സ്ഥാപിക്കുന്നു. എൻ്റെ റൂമിൽ തന്നെ അവൾക്ക് കഴിയണമെന്ന്. നീ എന്തൊക്കെയായി സത്യ ഈ പറയുന്നേ? നിൻ്റെ ഭാര്യയല്ലേ, നിൻ്റെ മുറിയിലല്ലേ കഴിയേണ്ടത്? അതിന് ഞാൻ അവളെ ഭാര്യയായി കണ്ടിട്ടില്ലല്ലോ. സത്യ, അവൾ നീ താലി കെട്ടിയ പെണ്ണാണ്, നിൻ്റെ ഭാര്യ. അച്ഛ പ്ലീസ് ലീവ് മീ അലോൺ. എനിക്കല്പം സമാധാനം വേണം. എന്നെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. മാധവന് അവൻ്റെ അവസ്ഥയിൽ സങ്കടം തോന്നി. മനസ്സിലാക്കഞ്ഞിട്ടല്ല, പക്ഷെ ആ കുട്ടി നിന്നെ വിശ്വസിച്ച് വന്നതാണ്. അവൾക്ക് ഒരു കുടുംബമുണ്ട്, അത് മറക്കരുതല്ലേ? അതിന് ഓർമ്മിക്കാൻ എന്തെങ്കിലും വേണ്ടേ? എൻ്റെ ഓർമ്മകൾ എൻ്റെ കൂടെ ഇല്ലല്ലോ. എല്ലാം മാറും. അതിന് നീ കൂടി മനസ്സ് വയ്ക്കണം. നിൻ്റെ ഓർമ്മകളെല്ലാം നിന്നിലേക്ക് തിരികെ വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നീയും അത് വിശ്വസിക്ക്. എന്തിനാ രാഘവേട്ട ഈ വിഷമം? എല്ലാം ഭംഗിയായി കഴിഞ്ഞില്ലേ? എല്ലാ പെൺകുട്ടികളും സ്വന്തം വീട്ടിലെ അതിഥിയായി മാറുന്നൊരു സമയമുണ്ട്. അതവരുടെ വിവാഹമാണ്. സങ്കടപ്പെട്ടിരിക്കുന്ന ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് സുഭദ്ര പറഞ്ഞു. അതൊക്കെ എനിക്കും അറിയാം സുഭദ്രയെ. ഞാൻ അതൊന്നുമല്ല ആലോചിക്കുന്നത്. വിവാഹ മണ്ഡപത്തിൽ വെച്ച് നമ്മളെ ഒന്നും ആ കൊച്ചിന് മനസ്സിലായില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മളുടെ മോളുടെ അവസ്ഥ എന്താകും? സുഭദ്രയ്ക്കും അത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. പക്ഷെ രാഘവേട്ടൻ്റെ മുന്നിൽ അത് കാട്ടാൻ കഴിയില്ല. അതൊന്നും ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട. അവിടെ എല്ലാവരും ഉണ്ടല്ലോ. അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. മറ്റാരുണ്ടായിട്ട് എന്താ കാര്യം? അവളുടെ ഭർത്താവിൻ്റെ മുന്നിൽ അവൾ അന്യയല്ലേ? അവൻ അവളെ സമ്മതത്തോടെ കെട്ടിയതാണല്ലോ അല്ലേ? എനിക്കെന്തോ ഒരു വിഷമം പോലെ. എന്തൊക്കെയാണ് രാഘവേട്ട ഈ പറയുന്നേ? എന്നെ കൂടി വിഷമിപ്പിക്കാതെ. അപ്പോഴേക്കും നന്ദുവിൻ്റെ കോൾ വന്നു. ഹലോ അമ്മേ. നന്ദുകുട്ടാ, മോളെ, അച്ഛനിപ്പോൾ നിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അച്ഛനോട് സന്തോഷമായിരിക്കാൻ പറയൂ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. കുറച്ചു നേരം സംസാരിച്ച് നന്ദു മൊബൈൽ മാറ്റിവെച്ചു. സന്ധ്യയായപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നു. ആഹാ, ഞാൻ മോളെ വിളിക്കാൻ മുകളിലേക്ക് വരാൻ പോകുമായിരുന്നു. ഉച്ചയ്ക്ക് ഇത്തിരി സദ്യ കഴിച്ചതല്ലേ, വിശക്കും. നന്ദു എല്ലായിടത്തും തലയെത്തിച്ച് നോക്കി. മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിൽ പിന്നെ ഇതുവരെ തിരികെ വന്നിട്ടില്ല സത്യ. മോൾ അവനെ നോക്കണ്ട, മുത്തശ്ശൻ്റെ റൂമിലുണ്ട്. ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് സാരംഗിൻ്റെ കൂടെ സത്യ അകത്തേക്ക് വന്നത്. വാ മക്കളെ, എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് ആ തിരക്കിനിടയിൽ ഒന്നും കഴിച്ചു കാണില്ല. എനിക്ക് വിശപ്പില്ല. സത്യ റൂമിലേക്ക് പോകാൻ ഭാവിച്ചു. അങ്ങനെ പോയാൽ ശരിയാകില്ല. എന്തെങ്കിലും കഴിക്കണം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കണം. എനിക്കിതിനൊന്നും താല്പര്യമില്ല. എന്നെ നിർബന്ധിക്കേണ്ട. അമ്മേ, എനിക്ക് വിശക്കുന്നു. ഞാൻ കഴിക്കുന്നു. വിശപ്പുള്ളവർ കഴിക്കട്ടെ. നന്ദു അതും പറഞ്ഞുകൊണ്ട് കഴിക്കാനിരുന്നു. തുടരും.